അപ്പൊ ഗുജറാത്തിലെ ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം, അവരെ കൊല്ലണം. അപ്പൊ ഗുജറാത്തിലെ ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം, അവരെ കൊല്ലണം. വന്ന് നമ്മുടെ സമുദായത്തിന്റെ പണ്ഡിതന്മാർക്കൊക്കെ ഒരന്തും ഒരു കുന്തും ഇല്ലാതെയായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത്, ഏത് കാലഘട്ടത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഒരു ബോധവും ഇല്ലാതെയായിട്ടുണ്ട്. ഇതൊന്ന് കേട്ടോക്കി. ഉസ്താദ് പറഞ്ഞതിന്റെ ശരിയും തെറ്റും നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കുറ്റമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു രാജ്യത്ത് സ്വതന്ത്രമായി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. ഭരണാധികാരികളാണ് അത് നടപ്പിലാക്കേണ്ടത്. അപ്പൊ ഗുജറാത്തിലെ ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം, അവരെ കൊല്ലണം. അപ്പൊ ഗുജറാത്തിലെ ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം, അവരെ കൊല്ലണം. ആരാ ചെയ്യേണ്ടത്? അത് അല്ലാഹു തആല അതിനെ പറ്റിയ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും. കേട്ടില്ലേ? നിസ്കരിക്കാത്ത ആളുകളുടെ വീട് തീ വെച്ച് കത്തിക്കുക, അവരെ തീയിലിട്ട് ചുട്ട് കൊല്ലുക, ഇതിനാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും. കേട്ടില്ലേ? അറിയാത്തവരത് മനസ്സിലാക്കിക്കോളി. നിസ്കരിക്കാത്തവരും നോൽമ്പ് കൊടുക്കാത്തവരെ ശിക്ഷിക്കാൻ പടച്ചോൻ ആരും ഏൽപ്പിച്ചിട്ടില്ല. പടച്ചോന്റെ പണി പടച്ചോൻ ചെയ്തോളൂ. അത് പടപ്പുകൾ ചെയ്യണ്ട. പടപ്പുകളോട് പറഞ്ഞ കുറെ കാര്യങ്ങളില്ലേ പടച്ചോൻ, അത് ചെയ്താൽ മതി. അത് പടപ്പുകൾ ചെയ്തിട്ടില്ലെങ്കിൽ പടപ്പുകളെ തീയിട്ട് കൊല്ലാനും ചൂടാനും പടച്ചോൻ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഒരു വെള്ളയും തലയെക്കെട്ടും താടിയുള്ള ഒരുത്തനെ ഏൽപ്പിച്ചിട്ടില്ല. പടച്ചോന്റെ പണി പടച്ചോടത്തോളൂ. അത് ഉസ്താദുമാർ ചെയ്യണ്ട. മനസ്സിലായോ? മുസ്ലിം വിരോധികളായിട്ടുള്ള RSSകാർ വരെ പറയില്ല എങ്ങനെ. അതിനേക്കാൾ അതപ്പതിച്ചു പോയത് ഉസ്താദുമാരെന്ന പേരും ഓരോ വൃത്തികെട്ടവന്മാരും. അപ്പൊ ഈമാനില്ലാത്തതിന്റെയും ഇബാദത്തില്ലാത്തതിന്റെയും കാരണം കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത്. ഗുജറാത്ത് കലാപത്തില് മുസ്ലിം വീടുകളും മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളെയും തീ വെച്ചു കൊന്നതിന് ന്യായീകരിച്ചിട്ടുള്ള പ്രസംഗം അത്. RSSനേക്കാൾ അതപ്പതിച്ചു പോയ പ്രസ്താവന. അവസാന കാലമാകുമ്പോൾ ഇത്തരത്തിലുള്ള കുറെ സംഗതികളൊക്കെ വരും. റസൂലുള്ള പറഞ്ഞതും ഖുർആൻ പറഞ്ഞതൊക്കെ പുലരണ്ടേ? ഇസ്ലാം മതം ഏറ്റവും മോശപ്പെട്ട രീതിയിലെത്തും. സമുദായത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ സമുദായത്തിനെ നശിപ്പിക്കാനുള്ള എല്ലാ കാരണവും ഉണ്ടാവും. അതിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി ഇതിനെ. ഇനിയും ഇതുപോലെ ഒരുപാട് പ്രസ്താവനകളും പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും പല കാലഘട്ടങ്ങളിലുമായിട്ട് ഇതും ഇതിനപ്പുറവും പറയും. അതൊക്കെ നമ്മൾ കാണേണ്ടി വരും. പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ന്യായീകരിച്ച് വലിയൊരു വിഭാഗം ജനങ്ങളും ഉണ്ടാവും. വെള്ളിയും തലയെക്കെട്ടും താടിയുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞാലും അതൊക്കെ ഈമാൻകാരും ഇസ്ലാംകാരാക്കി കൊണ്ടിടക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് ഇവിടെ. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാലോ അവരെന്താ പറയാ? ഉസ്താദ് ദീനാണ് പറയണത്, ഉസ്താദ് വിശ്വാസികളോടാണ് പറയണത്, ഉസ്താദ് മതത്തിന്റെ കാര്യം പറയണത് എന്ന്. എന്താണ് ദീന്? ആരാണ് വിശ്വാസികൾ? അതും കൂടി ഇക്കൂട്ടിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം.